യുവജന പ്രക്ഷോഭത്തിനെ തുടർന്ന് മഡഗാസ്കറിൽ സൈനിക അട്ടിമറി. പ്രസിഡന്റ് ആൻഡ്രി രാജോലിന രാജ്യം വിട്ടതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. യുവാക്കളുടെ നേതൃത്വത്തിൽ മൂന്നാഴ്ചയായി നടന്നുവന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് സൈനിക അട്ടിമറിയും പ്രസിഡന്റിന്റെ പലായനവും നടന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം പ്രസിഡന്റ് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചിരുന്നു. എന്നാൽ സൈനികർ സർക്കാർ ഉടമസ്ഥതയിലുള്ള സംപ്രേഷണ കേന്ദ്രം പിടിച്ചെടുത്തു. ഇതോടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുവാനുള്ള പ്രസിഡന്റ് ആൻഡ്രി രാജോലിനയുടെ ശ്രമം പരാജയപ്പെട്ടു. രാജ്യത്ത് തുടരുന്നത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം രാജ്യം വിട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. ഫ്രഞ്ച് സൈനിക വിമാനത്തിൽ കയറി രാജോലിന ഞായറാഴ്ച രാജ്യത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്നാൽ രാജോലിന എവിടെയാണുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് വ്യക്തമാക്കിയിട്ടില്ല. നിയമവിരുദ്ധമായും ബലപ്രയോഗത്തിലൂടെയും അധികാരം പിടിച്ചെടുക്കുവാൻ ശ്രമം നടന്നുവെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് നേരത്തെ പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ ആരോപിച്ചിരുന്നു. 2009 രാജോലിനയെ അധികാരത്തിലെത്തുവാൻ സഹായിച്ച സൈന്യത്തിലെ ഒരു വിഭാഗമാണ് ഇത്തവണ അദ്ദേഹത്തെ അട്ടിമറിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത്. കാപ്സാറ്റ് എന്ന സൈനിക വിഭാഗം എല്ലാ സായുധ സേനയുടെയും നിയന്ത്രണം ഏറ്റെടുത്തതായി അറിയിച്ചു. അട്ടിമറി തടയുവാൻ ശ്രമിച്ച സർക്കാരിനെ അനുകൂലിക്കുന്ന സൈനികരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായും ഇവർ വ്യക്തമാക്കി. എന്നാൽ രാജ്യത്ത് സൈനിക അട്ടിമറി നടന്നുവെന്ന വാർത്തകൾ കാപ്സാറ്റ് കമാൻഡറായ കേണൽ മൈക്കിൾ നിഷേധിച്ചു. ജനങ്ങളുടെ ആഹ്വാനത്തിന് സൈന്യം മറുപടി നൽകുകയാണ് ഉണ്ടായതെന്നാണ് ഇദ്ദേഹത്തിന്റെ വിശദീകരണം. ഫ്രാൻസിന്റെ മുൻ കോളനിയായിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപരാജ്യമായ മഡഗാസ്കർ. പ്രസിഡന്റ് രാജോലിനയെ രാജ്യം വിടാൻ സഹായിച്ചു എന്ന ആരോപണങ്ങൾ ഫ്രാൻസിനെതിരെ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളോട് ഫ്രാൻസ് പ്രതികരിക്കുവാൻ വിസമ്മതിച്ചു. ജലവൈദ്യുതി ക്ഷാമത്തിൽ പ്രതിഷേധിച്ച് സെപ്റ്റംബർ 25-നാണ് പ്രതിഷേധങ്ങൾ ആരംഭിച്ചത്. ജൻസി മഡഗാസ്കർ എന്ന പേരിൽ ജൻസി പ്രവർത്തകരാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഈ പ്രകടനങ്ങൾ പിന്നീട് അഴിമതിക്കും അസമത്വത്തിനുമെതിരായ രാജ്യവ്യാപക പ്രതിഷേധമായി വളർന്നു. 20 വയസ്സിൽ താഴെ ശരാശരി പ്രായമുള്ള മഡഗാസ്കറിൽ ഏകദേശം 3 കോടി ജനങ്ങളുണ്ട്. ഇതിൽ 3/4 ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത്. രാജ്യത്തെ ഈ അസമത്വം ജനങ്ങളിലുണ്ടാക്കിയ അതൃപ്തിയാണ് ഭരണകൂടവിരുദ്ധ കലാപമായി മാറിയത്.